ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 65-ാമത്തെ ശ്ലോകത്തിലേക്കാണ് കടന്നിക്കുന്നത്. ഇവിടെ ഗുരു വീണ്ടും ഈ എല്ലാത്തിനെയും അറിയുന്ന ആത്മാവിനെ, പരമ്പൊരുളിനെ, നമ്മൾ അറിയാത്തത്, അതിൻ്റെ പരിമിതികൾ ഒന്നുകൂടി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ എപ്പോഴും എവിടെയും മനുഷ്യൻ്റെ സ്വാർത്ഥത, അവൻ്റെ ഇന്ദ്രിയങ്ങൾ അവനെ പലതിൽ നിന്നും മാറ്റി നിർത്തുന്നത്, പ്രത്യേകിച്ച് ഭൗതികമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ പെടുത്തുവാൻ മനസ്സിൻ്റെ അതിസാമർഥ്യം, അതിനെ നമ്മൾ മായ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തിൽ നിന്ന് ആ ജീവൻ അകന്നു പോവുകയാണ്. അങ്ങനെ വരുമ്പോഴോ വീണ്ടും പുനരഭി ജനനം, പുനരഭി മരണം എന്ന അവസ്ഥയിലേക്ക് അവൻ നിബന്ധിക്കുകയാണ്. അപ്പോൾ ഗുരു ഓരോരോ വാക്കുകളിലൂടെയും നമ്മൾ ഒരിക്കലും ഇതൊന്നും മറന്നു പോകരുത്, എവിടെയാണ് നമ്മൾ മറന്നു പോകുന്നത്, മറന്നു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി തന്നെ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഗുരു പറയുന്നു, ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല, ഒരു മറവാൽ അറിവിയിൽ ഉണർന്നതെല്ലാം, അറിവ് അവരില്ല അതിരറ്റതാകയാൽ അരുമയെ ആരറിയുന്നു, അഹോ വിചിത്രം. അപ്പോൾ ഈ അരുമയെ, എല്ലാത്തിനെയും അറിയുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനും ആനന്ദം നൽകുന്ന അതിരറ്റ ആനന്ദത്തെ തിരിച്ചറിയുവാൻ ആർക്ക് സാധിക്കുന്നു? അരുമയെ ആരറിയുന്നു, അഹോ വിചിത്രം. എത്ര വിചിത്രമാണ് ഈ സംഭവമെന്ന് ഗുരു സൂചിപ്പിക്കുകയാണ്. ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല. ഇവിടെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും പരിമിതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ പരിമിതിയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം അറിവ് സമ്പാദിക്കാൻ പറ്റും. അറിയാത്തത് ആയിട്ടൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം. നമ്മുടെയൊക്കെ ഭാവം അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മളൊക്കെ എന്തെല്ലാം രീതിയിലാണ്, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിൽ ഒക്കെ നമ്മുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടു പോകുന്ന സംഭവവികാസങ്ങൾ നടക്കുന്നു. എല്ലാവർക്കും താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ. അങ്ങനെ ഇന്നത്തെ സയൻസിൻ്റെ അറിവുകൾ വെച്ച് നമ്മൾ ഈ ലോകത്തുള്ള അറിവുകളെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒന്നും തന്നെ മിച്ചമില്ല എന്ന് തോന്നിപ്പോകും. ആ രീതിയിലാണ് നാം അറിയാത്തതൊന്നും ഇങ്ങില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ അറിവിൻ്റെ, ഈ ഭൗതികമായിട്ടുള്ള അറിവിൻ്റെ ഒരു മറവാൽ അറിവിയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ മറവ് കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒന്നിനെ അറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഗുരു പറയുന്നത്. അറിവ് അത് അതിരറ്റതാണ്. അതിന് കാലദേശങ്ങളുടെ ആ പരിമിതികളെല്ലാം മറികടന്ന് നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ആ അറിവിനെ അറിയുവാൻ, ആ അരുമയെ അനുഭവിക്കുവാൻ ആർക്കും സാധിക്കാതെ പോകുന്നത് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. കാരണം പരിമിതമായിട്ടുള്ള അറിവ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അപരിമിതമായിട്ടുള്ള ഒന്നിനെ അറിയുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്
നമ്മളുടെ പരിമിതി. അപ്പോൾ ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ആനന്ദവും നമ്മൾ ഒരാൾക്ക് കൊടുത്താലും അല്ലെങ്കിൽ അയാൾ സ്വയമായിട്ട് അനുഭവിച്ചാലും അത് നൈമിഷികമാണ്. കുറച്ച് കഴിയുമ്പോൾ അയാളത് മടുക്കും, അയാൾ തളർന്നു പോകും. കാരണം പരിമിതമാണ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ പ്രവർത്തനം. ഈ ശരീരം പഞ്ചഭൂതാത്മകമാണ്. അപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള ഈ അറിവും നമ്മളുടെ ഈ ലോക വ്യവഹാരങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് ഇതിൽ ഭ്രമിച്ചിരിക്കുന്നത് കൊണ്ട് അപരിമിതമായിട്ടുള്ള അരുമയെ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അത് വിചിത്രമാണ് എന്ന് പറയുകയാണ് ഗുരു. അപ്പോൾ ഗുരു അത് പറയുമ്പോൾ നമ്മൾ ആ തലത്തിലേക്ക് ഒന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇത് വിചിത്രം തന്നെയാണല്ലോ എന്ന് നമുക്കും തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ഗുരുവിനോടൊപ്പം നമ്മൾ നമ്മുടെ ചിന്തയെയും ചേർത്ത് കോർത്ത് പോകുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ആഴം നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഴത്തിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനും ഒരു അർത്ഥമുണ്ടാകുകയാണ്. അങ്ങനെ ചിന്തിക്കാതിരിക്കുമ്പോൾ അതിന് അർത്ഥമില്ല എന്ന് പോലും നമ്മൾ തിരിച്ചറിയാത്ത രീതിയിൽ നമ്മൾ അധപ്പതിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജീവിതത്തിന് അർത്ഥമുണ്ട്. ആ അർത്ഥത്തെ യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.